നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബട്ടൺ മഷ്റൂം എങ്ങനെയാണ് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്ന് ഓരോന്നായിട്ട് പറയാം. ഇവിടെ 2 പാക്കറ്റ് ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 1 സവോളയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവോള എടുക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളും കൂടെ ഈ കറിക്ക് ആവശ്യമുണ്ട്. കൂൺ മുറിച്ച് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള ചേരുവകൾ വേറൊരടുപ്പിൽ നമുക്ക് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലോണം ചതച്ചെടുത്തു. പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൂട്ടുകളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂട്ടുകളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടേണ്ട പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളെല്ലാം വഴന്നു വന്ന ഈ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗമെല്ലാം മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് കൂൺ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ കൂട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെന്ത് വന്ന കൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് മസാലയെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ ഇവിടെ കൂണിൽ മസാലയൊക്കെ പിടിച്ച് കറി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം കൂണ് മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആവും. ഇതും നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും.